ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല നാടൻ രീതിയിൽ എങ്ങനെ ഒരു അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ അമ്പഴങ്ങ നന്നായി കഴുകി വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് നമ്മളത് ഉപ്പും കൂടിയിട്ട് ഒരു ബോട്ടിലോട്ട് ഇട്ട് വെക്കുക. അപ്പോൾ ഒരാഴ്ച ആവുമ്പോഴേക്കും അതൊന്ന് നന്നായി ഉപ്പ് ഈ അമ്പഴങ്ങയ്ക്ക് പിടിച്ചു വരും. അപ്പോൾ നമ്മളതിന് പീസായിട്ട് അരിഞ്ഞിടാം. ഇനി ഇതിനാവശ്യമായ മുളക്, വറ്റൽ മുളകും പിന്നെ 2 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്തു വെച്ച വറ്റൽ മുളകൊന്ന് നമുക്ക് നന്നായി ചൂടാക്കി എടുക്കണം. നന്നായി ചൂടാക്കി എടുത്ത് 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേണം നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചെടുക്കാൻ. ഇനി ഈ തിളപ്പിച്ചാറ്റിയ വെള്ളവും നമ്മുടെ ഒന്ന് ചൂടാക്കിയെടുത്ത വറ്റൽമുളകും കൂടി നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് വറ്റൽമുളക് നന്നായി പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ തിളപ്പിച്ച് വെച്ച മഞ്ഞൾ വെള്ളം എടുത്ത് ഇതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നന്നായി ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നന്നായി അരച്ചെടുത്ത ഈ വറ്റൽമുളകും മഞ്ഞൾ വെള്ളത്തിൻ്റെയും കൂടെ നമ്മൾ കുറച്ച് കടുകും കൂടി അവസാനം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഉപ്പ് പിടിച്ച നമ്മുടെ അമ്പഴങ്ങയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി. നല്ല സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മളിത് അന്ന് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്കിത് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ ഇത് അച്ചാറാക്കി കഴിഞ്ഞ് ഒരു ബൗളിലോ ബോട്ടിലോ ആക്കി നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിഡുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടി ചെയ്തേക്കാം.